നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 22-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 8-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 1-ാം തീയതിയാണ്. സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാത കിരണങ്ങളുമായി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സമയം 6:29 രാവിലെ 6:29 സൂര്യോദയം. തിരുവനന്തപുരത്തെ സൂര്യോദയ സമയമാണ് പറഞ്ഞത്. തുടർന്ന് സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രകാശകിരണങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ഈ സകലത്തിനെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം അഷ്ടമി തിഥിയിൽ കൂടിയാണ് ഈ യാത്ര തുടരുക. അഷ്ടമി തിഥിയിൽ കൂടി ഈ യാത്ര തുടർന്ന് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിച്ചേരുന്ന സമയം വൈകുന്നേരം 6:29. മഞ്ഞളിൻ്റെയും കുങ്കുമത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ചെങ്കല്ലിൻ്റെയും നിറങ്ങൾ തേച്ചുപിടിപ്പിച്ച ആ ആകാശപ്പരപ്പിൽ സൂര്യദേവൻ അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ നിലാവ് നന്നേ കുറവുള്ള ഒരു രാത്രിയുമായിട്ട് പ്രകൃതിയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ നമുക്കൊരു രാത്രിയെ നൽകുന്നു. പകലിന് ശേഷം ഒരു രാത്രിയെ നമുക്ക് നൽകുന്നു. ഈ രാത്രി ശനിയാഴ്ച ദിവസം 5:31 ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ ശനിയാഴ്ച ദിവസവും കൂടി അവസാനിക്കുകയാണ്. പിന്നെ ഞായറാഴ്ച ദിവസം ആരംഭിക്കുന്നു. ഇങ്ങനെയാണ് ഓരോ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പകലും ഒരു രാത്രിയും നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ശനിയാഴ്ച രാവിലെ 6:29 ഉദിച്ചു വരുമ്പോൾ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്ന നക്ഷത്രം, 27 നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രത്തിനെ പ്രത്യക്ഷമാകാൻ പറ്റുകയുള്ളൂ. അത് മൂലം നക്ഷത്രമാണ് പ്രത്യക്ഷമാകുന്നത്. അപ്പോൾ മൂലം നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് ഈ ശനിയാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുക അല്ലെങ്കിൽ അനുഭവപ്പെടുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക, അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. രേവതി, അശ്വതി, വിശാഖം, ചിത്തിര, പൂരം, അശ്വതി, തൃക്കേട്ട എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർക്കെല്ലാം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. മൂലനക്ഷത്രപ്രകാരമാണ് നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. മൂലനക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ കാർത്തിക, രോഹിണി, മകയിരം, അനിഴം, ചോതി, അത്തം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, സൂക്ഷിച്ചേ പറ്റൂ. കാരണം പ്രതികൂലമായ അനുഭവങ്ങൾ വരും. എങ്ങനെയാണ് വരുന്നതെന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വരും. കാരണം ആ ജാതകരുടെ ദശാസന്ധി ഏതാണ്, ദശാകാലം അപകാര സമയം ഏതാണ്, അവരുടെ അന്നത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, അപ്പോൾ എന്നുള്ളതിനെയൊക്കെ അനുസരിച്ചായിരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി അവരെ തേടി വരുന്നത്. അത് പണം കൊണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം കൊണ്ടാകാം, സുഹൃത്തുക്കൾ ചതിക്കുന്നത് കൊണ്ടാകാം, തൊഴിലുള്ള പരാജയം കൊണ്ടാകാം. എങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അതാണ് ജ്യോതിഷം പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത്. പ്രതികൂലമായിട്ടുള്ളവരൊക്കെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കുക, ദോഷവശങ്ങളെക്കുറിച്ച് അറിയിക്കുക. നേട്ടങ്ങളെക്കുറിച്ച് മാത്രമല്ല അറിയിക്കേണ്ടത്. ദോഷവശങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്ന് പരാജയപ്പെട്ട് അവരുടെ ജീവിതം പരാജയപ്പെട്ടു പോകരുത്. ഇന്നലെ ഞാനൊരു ജാതകൻ്റെ ഗ്രഹനില നോക്കി. ആ ജാതകൻ ഇപ്പോൾ കിടക്കുന്ന കിടപ്പിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ അത്രമേൽ സീരിയസ് ആയിട്ട് ആ ജാതകൻ വീണുപോയി. ആ ഗ്രഹനില നോക്കിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ അറിയാം ഇതെപ്പോൾ ഈ ജാതകൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം അത്ര വ്യക്തമായ ഒരു ഗ്രഹനിലയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. മിഥുന ലഗ്നത്തിനാണ് ജാതകൻ ജനിച്ചത്. മിഥുന ലഗ്നത്തിലാണ് ജാതകൻ ജനിച്ചത്. അതുപോലെ തന്നെ ആ ഗ്രഹനിലയിൽ ലഗ്നം കഴിഞ്ഞ് 3-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതായത് ചിങ്ങൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്. ചന്ദ്രൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നു, ശുക്രൻ 12-ൽ നിൽക്കുന്നു. ഈ ഒരു ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ജാതകൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു ചേരും. ഒരു ആപത്തോ അനർത്ഥമോ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത് സ്പഷ്ടമായിട്ട് നോക്കുമ്പോൾ അറിയാം. കാരണം
ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ശനി നേരെ 7-ാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ 10-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി 12-ൽ നിൽക്കുന്ന ശുക്രനുമേൽ വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിലറിയാം ശനിയുടെ ദശാകാലത്ത് ഈ ജാതകൻ വീഴും. ശനിയുടെ ദശാകാലത്ത് ശുക്രൻ്റെ അപഹാര സമയം വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ജാതകന് കൃത്യമായിട്ടും ഈ ജാതകന് മേൽ അപകടങ്ങൾ അല്ലെങ്കിൽ മൃത്യു വരെ മരണം വരെ സംഭവിക്കാവുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അദ്ദേഹം ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള അറിയപ്പെടുന്ന വലിയ ആൾക്കാരെയൊക്കെ പോയി കണ്ടിട്ട് അവരാരും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തില്ല ശനിയുടെ ദശാകാലം മോശമാണ്, ശനിയുടെ ദശാകാലത്ത് എന്തെങ്കിലും സംഭവിക്കും, അപകടമൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞതല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ജീവിക്കണം, ഇന്ന സമയങ്ങളിലാണ് അതിന് സാധ്യതയെന്ന് പറഞ്ഞു കൊടുക്കാതെ അവരൊക്കെ പൈസ മേടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത്. കാരണം അത് നോക്കുമ്പോൾ അറിയാം ശനിയുടെ ദൃഷ്ടി എങ്ങോട്ടാണ് പോകുന്നത്. ശനിയുടെ ദൃഷ്ടി ചന്ദ്രനുമേൽ പോകുന്നു. ചന്ദ്രനും ശനിയും ശത്രുക്കളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ കൊറോണ ഉണ്ടായത്, കോവിഡ് ഉണ്ടായത്. കാരണം മകരൻ രാശിയിൽ ശനി നിന്നപ്പോൾ ശനിയുടെ ദൃഷ്ടി പോയത് കർക്കിടകൻ രാശിയിലേക്കാണ്. മകരൻ രാശിയിലേക്ക് ശനി രാശി മാറിയപ്പോൾ ഒരു അമാവാസി തിഥിയിലായിരുന്നു ആ രാശിമാറ്റം ഉണ്ടായത്. അന്നേ ഞാനത് വീഡിയോ ചെയ്തതാണ്. 2.5 വർഷക്കാലം ദുരിതമായിരിക്കുമെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ജാതകൻ്റെ ജീവിതത്തിൽ ഈ ശനി ദൃഷ്ടി ചെയ്യുന്നത് ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു, ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നു. ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ശുക്രനെ ദൃഷ്ടി ചെയ്യുമ്പോൾ ശനിയുടെ ദൃഷ്ടി 12-ൽ നിൽക്കുന്ന ശുക്രനെ ദൃഷ്ടി ചെയ്യുമ്പോൾ ദാമ്പത്യ ജീവിതം തകർന്നു പോകും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയോ ഭർത്താവോ അകന്നു പോകും, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒന്നുകിൽ അവർ ജീവിച്ചിരുന്നാൽ പോലും ഭാര്യ ഭർത്തൃ സുഖമുണ്ടാകത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ മരണം വരെ സംഭവിക്കാവുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഇവിടുത്തെ പ്രമുഖന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാരൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവരൊക്കെ പൈസ മേടിച്ചു, കാര്യം പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ശനിയുടെ ദശാകാലം മോശമാണ്, ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ എപ്പോൾ വരുമെന്ന് പറഞ്ഞു കൊടുത്തില്ല. കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കാമല്ലോ. അത് ശനിയുടെ ദശാകാലത്ത് ശുക്രൻ്റെ അപഹാര സമയം വരുമ്പോഴാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്. പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം കിടപ്പിലാണിപ്പോൾ. അപ്പോൾ ആ ശുക്രൻ്റെ അപഹാര സമയം 2 വർഷം മിച്ചം കാണും. ഈ 2 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്യണം? ഈ 2 വർഷത്തോളം മുടങ്ങാതെ ക്ഷേത്രങ്ങളിൽ പോയി നീരാഞ്ജനവും വഴിപാടും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടക്കണം. ചാരവശാൽ ഈ ശനിയും ചന്ദ്രനും അഷ്ടമത്തിൽ കൂടിയൊക്കെ പോകുന്ന സമയമുണ്ടല്ലോ, ചാരവശാൽ ചന്ദ്രൻ ശനിയുടെ അഷ്ടമത്തിലൊക്കെ പോകുന്ന സമയങ്ങളിൽ സൂക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ജാതകന് ഈ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് ഒഴിയാൻ പറ്റും. ചെറിയ രീതിയിലുള്ള തട്ടുകേടുകളൊക്കെ വന്ന് അതങ്ങ് പൊക്കോളും. എന്നാലും കിടന്ന കിടപ്പിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ശനി എങ്ങനെയും ചെറിയൊരു ദോഷം കൊടുക്കും, അത് ജാതകപ്രകാരമുള്ള കാര്യമാണ്. എന്നാലും എന്നെ കൊല്ലരുതേ എന്ന് കാല് പിടിച്ചാൽ കൊല്ലാതെ വിടുന്നവരുമുണ്ട്, കാല് പിടിച്ചിട്ടും കൊല്ലാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രകൃതി. ഇവിടെ ഈ ജാതകനോട് ഈ ജ്യോത്സ്യന്മാർ കൃത്യമായിട്ടും കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനോട് പറയണം, അതായത് ഈ ശുക്രൻ്റെ അപഹാര സമയം മോശമാണ്, ഈ സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത. അതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തുവാൻ പ്രായമുള്ളവരെ നിങ്ങൾ മാനിക്കുക, അവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവരെ സംരക്ഷിക്കുക, അവരെ സ്നേഹിക്കുക. അങ്ങനെ ക്ഷേത്രദർശനവും ആത്മീയവുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം. എങ്കിൽ ഈ പ്രതിസന്ധിയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അദ്ദേഹം ചെയ്യും. ആ ജാതകൻ ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ അടകടപ്പ് കിടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേങ്കിൽ പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുക്കാതെ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം കഴിച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, ഒരു നീരാഞ്ജനം കൊണ്ടൊന്നും ഈ പ്രശ്നമൊന്നും മാറത്തില്ല. അപ്പോൾ ഇതാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രതികൂലങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓരോ ദിവസവും അലയ്ക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്.
ഞാൻ കാണാത്ത, എന്നെ കാണാത്ത, എൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത്, പ്രതികൂലമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രതികൂലമായ ഒരു അനുഭവം വന്ന് ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചിന്തയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അനുകൂലവും പറഞ്ഞു, പ്രതികൂലവും പറഞ്ഞു. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ശനിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം. അത് കഴിവതും ആൾക്കാരൊക്കെ ഈ ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, എങ്കിൽ ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇപ്പോൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് 1.5-2 വർഷത്തോളമായി ഒരുപാട് കുടുംബങ്ങളിൽ അതിൻ്റേതായ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഈ വീഡിയോ കേൾക്കുവാൻ ഓരോ ദിവസവും ശ്രദ്ധയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്, സമയങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അനുകൂലമായ സമയം എന്ന് പറഞ്ഞാൽ, ശനിയാഴ്ച ദിവസം രാവിലെ 7:59 മുതൽ 9:29 വരെയുള്ള സമയം അനുകൂലമായ സമയമാണ്. പിന്നീട് 11 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 2 മുതൽ 5 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 22 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരും. ഒറ്റസംഖ്യ ആക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ ശനിയാഴ്ച ദിവസം അനുകൂലമായ ദിവസമാണ്. മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ, അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ധനപരമായിട്ടുള്ള നേട്ടമുള്ള നാളുകാരെക്കുറിച്ചാണ്. ശനിയാഴ്ച ദിവസം മൂലനക്ഷത്രപ്രകാരം ധനനേട്ടമുള്ള നാളുകാർ തൃക്കേട്ട, മൂലം, വിശാഖം, അത്തം, മകം, പുണർദം, രോഹിണി, അശ്വതി, പൂരുട്ടാതി, തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. ധനം കയ്യിൽ വരുന്ന ദിവസമാണ്. ധനമില്ല എങ്കിൽ ചോദിച്ചാൽ കിട്ടും, കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. കൊടുത്തു വാങ്ങലിന്, ധനം കൈകാര്യം ചെയ്യാനൊക്കെ അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറയാം. 27 നക്ഷത്രങ്ങളിൽ ജനിച്ച 27 നക്ഷത്ര ജാതകരിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 4 നാളുകാർക്കുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ, 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്കുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം 1/4 നാളുകാർക്കുണ്ട്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം 3/4, അത്തം, ചിത്ര 2 പാദം നാളുകാർക്കുണ്ട്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികൾ, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ഒരുപക്ഷേ ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു സങ്കീർണമായൊരു വിഷയമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. സമ്മാനത്തുക വളരെ കുറവാണ്. കുറച്ച് പേർക്കായിരിക്കും സമ്മാനം കൊടുക്കുക. ഭാഗ്യദേവ തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് നമ്മൾ ആധികാരികമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ. നിരാശപ്പെടരുത്, ഒത്തിരി പണം കളയരുത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാദേവൻ്റെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.